ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ഡ്രീം ഡ്രൈവ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് വളരെ വൈൽഡ് ആയിട്ടുള്ള ഒരു വാഹനമാണ്. അതെ, വൈൽഡ് ബൈ ഡിസൈൻ എന്ന കമ്പനി തന്നെ അവകാശപ്പെടുന്ന കിയ സോണറ്റ്. യെസ്, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. സോണറ്റിൻ്റെ മുൻവശം ശ്രദ്ധിക്കുമ്പോഴത്തേക്കും തന്നെ മനസ്സിലാവും നല്ല അഗ്രസീവ് ആയിട്ടുള്ള ലുക്കാണ്. അതിനെ ശരിക്കും നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഗ്രില്ല് വന്നിട്ടുണ്ട്. ഇതിനെ ടൈഗർ നോസ് ഗ്രിൽസ് എന്നാണ് കമ്പനി പറയുന്നത്. അതുകൂടാതെ ഇതൊരു GT ലൈൻ ആയതുകൊണ്ട് തന്നെ ഇതിൽ തന്നെ നമുക്ക് ശ്രദ്ധിക്കും മനസ്സിലായും റെഡ് ഇൻസേർട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് കുറച്ചുകൂടെ ഭംഗി നൽകുന്നുണ്ട്. അതുകൂടാതെ ഒരു ക്രോം ഫിനിഷൊക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്. പിന്നെ തൊട്ട് താഴത്തേക്ക് വരുമ്പോഴത്തേക്കും സാധാരണ ഈ ഒരു സെഗ്മെൻറ്റിലെ വാഹനങ്ങളിൽ ഫ്രണ്ട് സെൻസേഴ്സ് ഒന്നും നൽകിയിട്ടില്ല. അപ്പോൾ ആ ഒരു സേഫ്റ്റിയുടെ ഭാഗമായിട്ട് ഫ്രണ്ട് സെൻസറൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ലൈറ്റ്സിലേക്ക് പറയുമ്പോഴത്തേക്കും ക്രൗൺ ജുവൽ LED ലൈറ്റ്സ് ആണ് നൽകിയേക്കുന്നത്. അതിൽ തന്നെ നമുക്ക് ഈ DRLs ഒക്കെ കാണാം. ആ DRLസിൽ ഇൻഡിക്കേറ്റേഴ്സും ലൈറ്റും നൽകിയിട്ടുണ്ട്. പിന്നെ തൊട്ട് താഴത്തേക്ക് വരുമ്പോഴത്തേക്കും ഫോഗ് ലാമ്പ് കാണാം. ഒരു പ്രൊജക്ടർ ടൈപ്പ് ഫോഗ് ലാമ്പാണ് വരുന്നത്. അതും നല്ല ഭംഗി നൽകുന്നുണ്ട്. GTക്ക് മാത്രമുള്ള ഫ്രണ്ട് ടർബോനോസ് ഡിസൈനാണ് ഈ രണ്ട് ഭാഗങ്ങളിലായിട്ട് കാണുന്നത്. അതിൻ്റെ ഇടയിലായിട്ട് വൈഡ് ആയിട്ടുള്ള ഒരു എയർ ഡാമും കാണാം. അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് നൽകുന്ന ഒരു വാഹനമാണിത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരു ബൾക്കി മോഡലാണിത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ബോണറ്റിലുള്ള ഡിസൈൻ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇവിടുന്ന് ഒരു കട്ടിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത് ശരിക്കും ഈ വാഹനത്തെ ശരിക്കും അട്രാക്ഷൻ നൽകുന്നുണ്ട്. അപ്പോൾ നമുക്കിനി സൈഡ് പ്രൊഫൈലിലേക്ക് ഒന്ന് പോകാം. സോണറ്റിൻ്റെ സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത്യാവശ്യം നല്ല ബൾക്കി ആയിട്ടുള്ള ഒരു ഡിസൈനൊക്കെയാണ് കൊടുത്തേക്കുന്നത്. അതായത് നേരത്തെ മറ്റു മോഡലിലൊക്കെ നമുക്കൊരു സൈഡ് ലൈൻസ് ഒക്കെ കാണുമായിരുന്നു. അതൊന്ന് മാറ്റിയിട്ട് കുറച്ച് പ്രൊജക്റ്റഡ് ആയിട്ടൊക്കെ നൽകിയേക്കുന്നത്. അതുകൂടാതെ അതിൻ്റെ ടേഴ്സ് ശ്രദ്ധിക്കുമ്പോഴത്തേക്കും 16 ഇഞ്ച് ടേഴ്സാണ് വന്നേക്കുന്നത്. അതുകൂടാതെ ഒരു ക്രിസ്റ്റൽ കട്ട് അലോയ് വീൽസും യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം ഇതിൻ്റെ റൂഫ് റെയിൽസ്, അതായത് ഒരു സിൽവർ ബ്ലാക്ക് കോമ്പിനേഷനിൽ ഉള്ള റൂഫ് റെയിൽസ് ആണ് വന്നേക്കുന്നത്. പിന്നെ ഇതിൻ്റെ ക്ലാഡിങ് ശ്രദ്ധിക്കുമ്പോഴത്തേക്കും മനസ്സിലാവും റിയർ സൈഡ് തൊട്ട് മുൻവശം വരെ ലെങ്തിലായിട്ടാണ് അതിൻ്റെ ക്ലാഡിങ് വന്നേക്കുന്നത്. അതിൽ തന്നെ ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷനും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഡോർസ് ശ്രദ്ധിക്കുമ്പോഴത്തേക്കും മനസ്സിലാവും സെൻസർ കീ യൂസ് ചെയ്തിട്ട് തന്നെ നമുക്ക് കയ്യിൽ കീ ഉണ്ടായാലും മതി, ഓട്ടോമാറ്റിക്കലി അൺലോക്ക് ആയിക്കോളും. പിന്നെ വൈഡ് ആയിട്ടുള്ളൊരു ഡോർ ഓപ്പണിങ്ങും ഒക്കെ നൽകിയിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് ശരിക്കും സൈഡിനെ ശരിക്കും ഈ വാഹനത്തെ നമുക്ക് അട്രാക്റ്റീവ് ആക്കുന്നത്. ഈ ഒരു വാഹനത്തിൻ്റെ ഓവറോൾ ലെങ്ത് എന്ന് പറയുന്നത് 3995 mm, വീൽ ബേസ് എന്ന് പറയുന്നത് 2500 mm ആണ്. അതായത് നമ്മുടെ വെന്യൂവിൻ്റെ പ്ലാറ്റ്ഫോമിൽ തന്നെ വരുന്നൊരു വാഹനമാണ് എങ്കിൽ കൂടിയും അത്യാവശ്യം ലെങ്തിലും വീൽ ബേസിൻ്റെ കാര്യത്തിലും ഒക്കെ നന്നായിട്ട് കൂട്ടിയിട്ട് തന്നെയാണ് ചെയ്തേക്കുന്നത്. ഓക്കെ, നമുക്ക് റിയർ സൈഡിലോട്ട് വരുമ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിൽ നമ്മൾ കാണുന്ന പല വണ്ടികളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരുപാട് ഫീച്ചേഴ്സ് ഇതിനകത്ത് വരുന്നുണ്ട്. ഫീച്ചേഴ്സ് എന്നല്ല, കുറേ കട്ടിങ്സും ന്യൂലി ലോഞ്ച് ചെയ്ത കുറേ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതാണ് എനിക്ക് എടുത്ത് പറയാനായിട്ട് തോന്നുന്ന കാര്യങ്ങൾ. മെയിൻലി എനിക്ക് എടുത്ത് പറയേണ്ട കാര്യം, നമ്മൾ ഫ്രണ്ടിൽ പറഞ്ഞ പോലെ ഇവിടെ ഒരു ലൈറ്റ് കണ്ടു. ഈ ലൈറ്റ് കമ്പനി അവകാശപ്പെടുന്നത് നമ്മൾ ഈ ഹാർട്ട് ബീറ്റിൻ്റെ ഒക്കെ ECG എടുക്കുമ്പോൾ ഒരു ഷേപ്പ് വരുന്നില്ലേ, അപ്പോൾ ആ ഒരു ഷേപ്പാണ് കമ്പനി അവകാശപ്പെടുന്നത്. ആക്ച്വലി നമുക്ക് ഇവിടെ തെളിയുമ്പോൾ എനിക്ക് അത്ര അങ്ങോട്ട് മനസ്സിലായില്ല. ഫ്രണ്ട് പോർഷൻ DRL തെളിയുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യും. അപ്പോൾ ആ ഒരു സംഭവം എടുത്ത് പറയാൻ എനിക്ക് തോന്നി. അതുപോലെ തന്നെ ഒരു 5 ക്രിസ്റ്റൽ നമ്മൾ ഈ ജ്വല്ലറി അല്ല ഈ ഡയമണ്ടൊക്കെ എടുത്ത് വെക്കില്ലേ, അതുപോലെയാണ് 5 പീസ് ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഈ ഒരു ലൈറ്റിൽ. അതും നൈറ്റൊക്കെ തെളിഞ്ഞ്, നൈറ്റ് എന്നല്ല ഇപ്പം നമ്മൾ വന്നപ്പോഴും ഞാൻ ശ്രദ്ധിച്ചായിരുന്നു, മോർണിംഗ് ആയാലും അത് തെളിയുമ്പോൾ നല്ലൊരു നമ്മളിതുവരെ കാണാത്തൊരു ഡിസൈനായിട്ട് എനിക്കത് തോന്നി. പിന്നെ നമുക്ക് കിട്ടിയിരിക്കുന്നത് GT ലൈനാണ്, അതുകൊണ്ട് അതിൻ്റെ ഒരു ബാഡ്ജിങ് വരുന്നുണ്ട് ഇവിടെയും. പക്ഷേ ഇത് ലൈറ്റല്ല, നമ്മൾ ഈ MGയിലൊക്കെ കാണുന്ന പോലെ തന്നെ ഒരു ഐ തിങ്ക് ഇറ്റ്സ് ലൈറ്റ് അല്ല. ഇതിന് തൊട്ട് താഴെയാണ് ഒരു ക്യാമറയൊക്കെ വരുന്നത്. കിയയുടെ ബാഡ്ജിങ് ഉണ്ട്. നമ്മൾ ഇതിന് മുമ്പും സെൽറ്റോസിൻ്റെ ഒക്കെ ബാഡ്ജിങ് കണ്ട പോലെ തന്നെ സൈഡിലാണ് ഇതിൻ്റെ ബാഡ്ജിങ് വരുന്നത്, സോണറ്റിൻ്റെ ബാഡ്ജിങ് ഒക്കെ വരുന്നത്. ആൻഡ് ബൂട്ട് സ്പേസ് ഞാൻ കാണിച്ചു തരണം. കണ്ടോ, അത്യാവശ്യം വിശാലമായ ബൂട്ട് സ്പേസ് കൊടുത്തിട്ടുണ്ട്. 392 ലിറ്ററാണ് ബൂട്ട് സ്പേസ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. സ്റ്റെപ്പിനി ടയേഴ്സും ഇതിനകത്ത് തന്നെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്.
അത്യാവശ്യം നല്ല വെയിറ്റുള്ള ഡോസുമാണ്. ഇത്രയും കാര്യങ്ങൾ നല്ല വൈഡായിട്ടുള്ള ഗ്ലാസ്സാണ്. അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഈ ഒരു സൈഡ് സി പില്ലറിൽ സൈഡിലായിട്ട് ഒരു ചെറിയ ബ്ലാക്ക് ഇൻസേർട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് സൈഡ് പ്രൊഫൈലൊക്കെ കാണുമ്പോൾ സ്പോർട്ടി ലുക്കും അതുപോലെ തന്നെ നല്ലൊരു മസ്കുലർ ലുക്കൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് ഡ്യുവൽ എക്സോസ്റ്റ് എന്ന് ഫീൽ ചെയ്യുന്ന രീതിയിൽ 2 സംഭവം കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് ഫേക്കാണ്, സിംഗിൾ എക്സോസ്റ്റാണ്. പക്ഷേ അതും ഞാൻ പറയുന്ന പോലെ GT ആയതുകൊണ്ട് തന്നെ ഒരു റെഡ് ലൈൻ മൊത്തത്തിൽ കൊടുത്തേണ്ട സംഭവം ഇവിടെയും കൊടുത്തിട്ടുണ്ട്. GT ആയതുകൊണ്ടാണ്. അപ്പോൾ പിന്നെ സെൻസേഴ്സ് വന്നിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് നമുക്ക് ബാക്ക് സൈഡ് ചെക്ക് ചെയ്യുമ്പോൾ പറയുന്നത്. പിന്നെ എനിക്ക് ഇതിൻ്റെ ഹൈറ്റ് നമുക്ക് വെന്യൂ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 1642 mm ആണ് ഇതിൻ്റെ ഹൈറ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ വെന്യൂവിൻ്റെ പ്ലാറ്റ്ഫോം ആണെന്നൊക്കെ നേരത്തെ പറഞ്ഞു. പക്ഷേ ലുക്ക് വൈസ് നോക്കുമ്പോൾ വെന്യൂവിനേക്കാൾ കുറച്ച് ഒരു പൊടിക്ക് വലുതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. വിത്തിലും ഹൈറ്റിലൊക്കെ അത് വരുന്നുണ്ട്. അപ്പോൾ വെന്യൂവിൻ്റെ പ്ലാറ്റ്ഫോം ആണെങ്കിലും അത്യാവശ്യം നല്ലൊരു വലിയ വണ്ടിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇവിടെ നമുക്ക് യുവോയുടെ ഒരു സ്റ്റിക്കർ കാണാം. അതൊരു കണക്ടിവിറ്റി ഫീച്ചേഴ്സാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഇൻറ്റീരിയറൊക്കെ പോകുമ്പോൾ പറയാം. നമുക്ക് ഇതിൻ്റെ ടെയിൽ ലാമ്പും അതുപോലെ തന്നെ ഇവിടെ ഒരു ഡ്യുവൽ മഫ്ലർ കാണാനുണ്ട്. അതെടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. നമുക്ക് അങ്ങനെ സ്പോർട്ടി ലുക്കൊന്നും അങ്ങനെ കിട്ടാറില്ല. അത് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന സംഭവമാണ്. അപ്പോൾ ഈ ഒരു ടെയിൽ ലാമ്പിന് അവർ കമ്പനി പ്രൊവൈഡ് തരുന്നൊരു പേര് ക്രൗൺ ജുവൽഡ് LED ടെയിൽ ലാംപ്സ് ആണ്. അത് തെളിഞ്ഞ് കിടക്കുന്ന കാണാൻ അത്യാവശ്യം ബെറ്ററാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ബാക്ക് സൈഡ് നോക്കുമ്പോൾ പറയുന്നത്. അതുപോലെ നല്ലൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നുണ്ട്. 215 ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നുണ്ട്. ഈ ഒരു സെഗ്മെൻറ്റിൽ നല്ലൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബാക്ക് സൈഡ് നോക്കുമ്പോൾ. അപ്പോൾ നമുക്ക് ഇനി ഇൻറ്റീരിയറിലോട്ട് കിടക്കാം. നമ്മുടെ കിയ സോണറ്റ് ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മുടെ ഇതിനകത്ത് വരുന്ന എൻജിൻ 1.5 ഡീസൽ എൻജിനാണ്. ആക്ച്വലി ഇത് നമ്മുടെ കിയ സെൽറ്റോസിൽ വരുന്ന സെയിം എൻജിനാണ്. അപ്പോൾ അത്രയും വലിയൊരു വണ്ടിയുടെ എൻജിൻ നമുക്ക് ഇത്രയും ഇങ്ങനൊരു ചെറിയ പ്ലാറ്റ്ഫോമിലോട്ട് വരുമ്പോൾ നമുക്ക് ഒട്ടും തന്നെ ഒരു പവർ ഡ്രോപ്പ് കാര്യങ്ങളൊന്നും കമ്പനി കൊടുത്തിട്ടില്ല. സെയിം ഒരു പവറും കാര്യങ്ങളൊക്കെ ഇതിനകത്തും പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചെറിയ വണ്ടിക്ക് ഇത്രയും നല്ലൊരു പവർ ഫീൽ ചെയ്യുമ്പോൾ നമുക്ക് കാലൊക്കെ കൊടുക്കുമ്പോൾ അതിൻ്റെ ആ റെസ്പോൺസ് അത് ശരിക്കും നമ്മൾ ഫീൽ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ആ ഡ്രൈവ് ചെയ്യാനുള്ള കംഫർട്ട്, നമുക്ക് ആ സ്റ്റിയറിങ്, അതിൻ്റെ ആ ഒരു ഞാനിപ്പോൾ ഓടിക്കുന്ന ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തന്നെ ആ ഒരു ലാഗ് കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യുന്നില്ല. നമുക്ക് വെന്യൂ ആയിട്ടാണ്, വെന്യൂവിൻ്റെ പ്ലാറ്റ്ഫോമിലാണ് ഇത് ബിൽഡ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു. അപ്പോൾ വെന്യൂ ഓടിക്കുന്ന ഒരു ഫീലേ അല്ല, വെന്യൂ ആയിട്ട് ജസ്റ്റ് വെന്യൂവിൻ്റെ പ്ലാറ്റ്ഫോം മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളൂ. ഞാൻ വീണ്ടും എടുത്ത് പറയുന്നു, വണ്ടി ടോട്ടലി എക്സ്റ്റീരിയർ ആയാലും ഇൻറ്റീരിയർ ആയാലും ഡ്രൈവിംഗ് ആയാലും ടോട്ടലി ചേഞ്ച് ഉണ്ട്. അത് നിങ്ങൾ ഒരു ടെസ്റ്റ് ഡ്രൈവ് എടുത്താലാണ് നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. ടോട്ടലി ഇത് ഡ്രൈവിംഗ്, ഇതിൻ്റെ ഒരു കംഫർട്ട് പറയുകയാണെങ്കിൽ ഇറ്റ്സ് ഫീൽ വെരി ഗുഡ്. ഇനി നമുക്കിതിൻ്റെ സ്റ്റിയറിംഗ് ശ്രദ്ധിക്കുന്നെങ്കിൽ മനസ്സിലാവും, ഒരു ഡീ കട്ട് സ്റ്റിയറിംഗ് ആണ് വന്നിരിക്കുന്നത്. അതായത് ഒരു സ്പോർട്ടി ഫീൽ തരാൻ വേണ്ടി പിന്നെ ഡ്രൈവിംഗ് കംഫർട്ടിനൊക്കെ ഇങ്ങനത്തെ ടൈപ്പുള്ള സ്റ്റിയറിംഗ് വളരെ സപ്പോർട്ടീവ് ആയിരിക്കും ഡ്രൈവർക്ക്. അതുകൂടാതെ ഒരുപാട് കൺട്രോൾസ് വന്നിട്ടുണ്ട്. വോയിസ് കമാൻഡിങ് ഓപ്ഷൻസിനുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ വോയിസ് കമാൻഡിങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പോഴത്തെ ഈ ഒരു വാഹനത്തിൽ നമ്മൾ വളരെ സ്ലോ ആയിട്ട് വേണം കമാൻഡ്സ് കൊടുക്കാൻ വേണ്ടി. ഇപ്പോൾ നമ്മുടെ MGയിലൊക്കെ പറഞ്ഞ പോലെ കുറച്ച് സ്പീഡിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആക്സെപ്റ്റ് ചെയ്യത്തില്ല. കുറച്ച് സ്ലോയിൽ വളരെ സ്മൂത്തായിട്ട് വേണം ഇതിനോട് സംസാരിക്കാൻ. അതുകൂടാതെ ഇതിൽ UVO കണക്ട് എന്ന് പറഞ്ഞൊരു കണക്ടിവിറ്റി വന്നിട്ടുണ്ട്. അതായത് മൊബൈൽ ഫോൺ ത്രൂ നമുക്കൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. അത് ത്രൂ നമുക്ക് ഒരു 57 ഫീച്ചേഴ്സ് കിട്ടുന്നുണ്ട്. അതും കുറേ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ട്. അതായത് ഹുണ്ടായുടെ വെന്യൂവിൽ വന്നിട്ടുള്ള ബ്ലൂ ലിങ്ക് ഫെസിലിറ്റി പോലെ തന്നെ ഈ ഒരു വാഹനത്തിൽ കിയയിൽ വന്നേക്കുന്നത് UVO കണക്ടിവിറ്റിയാണ്. പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം ഇതിൻ്റെ ക്ലസ്റ്റർ ശ്രദ്ധിക്കുമ്പോഴത്തേക്കും 4.2 ഇഞ്ചാണ് ക്ലസ്റ്ററിൻ്റെ ഡയമെൻഷൻ. അപ്പം അതിൽ തന്നെ നമുക്ക് അനലോഗ്സ് ഒന്നും കാണാനില്ല, പകരം ഡിജിറ്റൽ ക്ലസ്റ്ററാണ് വന്നേക്കുന്നത്. അപ്പോൾ അതിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പം ഇതിൻ്റെ ആവറേജ് ഫ്യൂവൽ, പിന്നെ ഓരോ മോഡ്സിൻ്റെ കാര്യങ്ങളൊക്കെ കറക്റ്റ് അറിയാം. എയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം ഉണ്ട്. അപ്പം മോഡ്സ് വരുമ്പോഴത്തേക്കും തന്നെ എക്കോ, നോർമൽ, സ്പോർട്ട്, അങ്ങനെ കറക്റ്റ് നമുക്ക് ഏത് ഡ്രൈവ് മോഡാണ് ഡ്രൈവ് ചെയ്യുന്നതെന്ന് കറക്റ്റ് അറിയാൻ പറ്റും. ഫ്യൂവൽ എഫിഷ്യൻസി, ടെമ്പറേച്ചർ, അങ്ങനെ തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. ഇത് നല്ല ഭംഗിയുണ്ട്. അത് കുറച്ച് ഇറങ്ങിയായിരിക്കുന്നത്. നമ്മൾ പെട്ടെന്ന് നമുക്കൊന്ന് വെയിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ക്ലസ്റ്ററിലുള്ള കാര്യങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും. ചില കാറുകളിലൊക്കെ അങ്ങനെ കാണാൻ വളരെ ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ മാറ്റിയാണ് സോണറ്റിൽ ഡിസൈൻ വന്നേക്കുന്നത്. കൂടാതെ ഇതിൻ്റെ ഡിസൈനെ പറ്റി പറയുമ്പോഴത്തേക്ക് ഒരു കാര്യം ആഡ് ചെയ്യാനുണ്ട്. ഹൈടെക് കോക്പിറ്റ് ഡിസൈനാണ് ഇതിൽ യൂസ് ചെയ്തേക്കുന്നത്. അതായത് നമ്മുടെ ഫ്ലൈറ്റിലൊക്കെ കണ്ടുവരുന്ന ആ ഒരു ഡിസൈൻ എന്നാണ് കമ്പനി ഇതിൽ അവകാശപ്പെടുന്നത്.
പിന്നെ ഇതിൻ്റെ ട്രാൻസ്മിഷൻ, ഇതിൻ്റെ എഞ്ചിനെ കുറിച്ച് വരുമ്പോഴത്തേക്കും നമ്മളിപ്പം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഞാൻ ഡ്രൈവ് ചെയ്യുന്ന വാഹനം ഒരു 6 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുള്ള വാഹനമാണ്. അത് കൂടാതെ തന്നെ ഇതിൻ്റെ 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനും അവൈലബിൾ ആണ്. 1.5 ലിറ്റർ CRDI, അതായത് നമ്മുടെ കിയ സെൽറ്റോസിലുള്ള അതേ എഞ്ചിൻ തന്നെയാണ് ഇതിലും വന്നേക്കുന്നത്. പവറിലും കാര്യത്തിലും ഒന്നും യാതൊരുവിധ മാറ്റവും ഇല്ല. പിന്നെ ഇതിൻ്റെ GDI പെട്രോൾ എഞ്ചിനുണ്ട്, അത് 1 ലിറ്റർ ആണ്. അതിൽ വരുന്ന പവർ എന്ന് പറയുന്നത് 120 PS പവറും 172 Nm ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു എഞ്ചിനാണ്. അതിൻ്റെ തന്നെ മാനുവൽ IMT, ഇൻ്റലിജൻറ്റ് മാനുവൽ ട്രാൻസ്മിഷൻ, അത് നമുക്ക് ഓൾറെഡി നമ്മുടെ ഹിൻഡയുടെ വെന്യൂവിൽ എങ്ങനെ ഒരു ട്രാൻസ്മിഷൻ വന്നിരുന്ന നമ്മുടെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പം അത് തന്നെയാണ് ഇതിലും വന്നേക്കുന്നത്. പിന്നെ അതുകൂടാതെ 7 DCT ഒരു പെർഫോമൻസ് തരുന്ന ഒരു ട്രാൻസ്മിഷൻ കൂടെ തരുന്നുണ്ട്. അങ്ങനെ 1 ലിറ്ററിൽ 2 വേരിയൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. കൂടാതെ 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിനോടെ വേറൊരു വേരിയൻ്റ് കൂടെ വരുന്നുണ്ട്. അത് 5 സ്പീഡ് ട്രാൻസ്മിഷനേ ഉള്ളൂ. അതിൻ്റെ പവർ എന്ന് പറയുന്നത് 83 PS പവറും 115 Nm ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു എഞ്ചിനാണ്. കൂടാതെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ ഒരു സെഗ്മെൻറ്റിൽപ്പെട്ട വാഹനങ്ങളിലൊക്കെക്കാളും കൂടുതലായിട്ട് ഇതിൽ ഒരുപാട് ഫീച്ചേഴ്സും സേഫ്റ്റിയുടെ കാര്യങ്ങളും പ്രൈസിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഏകദേശം 8 lakh തൊട്ട് 14 to 15 lakh വരെയാണ് അപ്രോക്സിമേറ്റ് എമൗണ്ട് വരുന്നത്. ഒറിജിനൽ പ്രൈസ് വന്നിട്ടില്ല. അപ്പം ഈ ഒരു ഇത്രയൊക്കെ ഫീച്ചേഴ്സാണ് ശരിക്കും ഈ ഒരു വാഹനത്തെ ശരിക്കും അട്രാക്റ്റ് ആവുന്നത്. അതിൽ എടുത്തു പറയേണ്ട കുറേ ഫീച്ചേഴ്സ്, സേഫ്റ്റിയുടെ കാര്യങ്ങൾ ഓൾറെഡി പറഞ്ഞു. 6 എയർ ബാഗ്സ് വന്നിട്ടുണ്ട്. കൂടാതെ ABS വിത്ത് EBD, ESC, HAC, VSM, ബ്രേക്ക് അസിസ്റ്റ്, ഫ്രണ്ട് ആൻഡ് റിയർ പാർക്കിംഗ് സെൻസേഴ്സ്, പ്രൊജക്റ്റഡ് ഫോഗ് ലാംപ്സ്, അങ്ങനെ തുടങ്ങി ടയർ പ്രഷർ മോണിറ്റർ സിസ്റ്റം, അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുണ്ട്. പിന്നീട് ശ്രദ്ധിക്കുമ്പോഴത്തേക്കും മനസ്സിലാവും ഇതിൻ്റെ ഇൻസൈഡിൽ തന്നെ നമുക്ക് മനോഹരമായിട്ടുള്ള ഒരു സൺറൂഫ് കാണാം. ഒരു പനാറോമിക് സൺറൂഫ് ഒന്നും അല്ല, സാധാരണ ഒരു സൺറൂഫും ഒരു SUV ആയതുകൊണ്ട് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു വാഹനം 8 കളേഴ്സിലായിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ തന്നെ നമുക്കൊരു 3 ഡ്യുവൽ ടോൺ കളേഴ്സും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിൽ ഓർഡർ ചെയ്താൽ അങ്ങനെയും വരുന്നുണ്ട്. പിന്നെ നമുക്കിന്ന് കിട്ടിയേക്കുന്നതെന്ന് പറഞ്ഞാൽ ഇൻറ്റൻസ് റെഡ് എന്ന് പറഞ്ഞിട്ടുള്ള കളറാണ്. അതാണ് എനിക്ക് തോന്നുന്നത്, എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെടുന്നത് ഈ ഒരു കളറാണ്. ഇന്ന് കിയ സോണറ്റ് ഷൂട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ഫ്രണ്ട്സ് പലരും പറഞ്ഞു, എന്തുകൊണ്ട് ഈ ഒരു വാഹനം ചൂസ് ചെയ്യണം, എന്താണ് മറ്റ് ഈ ഒരു വേരിയൻറ്റിൽ അല്ലെങ്കിൽ കോമ്പറ്റീറ്റ് ചെയ്യുന്ന ബാക്കി വാഹനങ്ങളിൽ നിന്നും എന്താണ് വ്യത്യസ്തമായുള്ളത് എന്ന്. അപ്പോൾ ഞാൻ ഇതിനെപ്പറ്റി അന്വേഷിച്ചപ്പോൾ അറിഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്ക് ഇതിൻ്റെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള നമ്മുടെ ടാറ്റ നെക്സോൺ അല്ലെങ്കിൽ മാരുതി ബ്രെസ ആൻഡ് വെന്യൂ, ഈ ഒരു വണ്ടികളൊക്കെ ഇതൊക്കെ ഈ ഒരു സെഗ്മെൻറ്റാണ്. അപ്പോൾ അതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായി തോന്നിയ കാര്യങ്ങൾ ഇതിൻ്റെ ഒരു ക്വാളിറ്റിയാണ്. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഈവൻ എന്തായാലും ചെറിയ ഒരു പാർട്സ് ആയാലും അതിൻ്റെ ഒരു ക്വാളിറ്റി നിങ്ങൾ അത് വന്ന് നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും, അത് ഫീൽ ചെയ്താൽ മനസ്സിലാവും. അതുപോലെ തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് ഇത്രയും ഫെസിലിറ്റീസുള്ള, ഇത്രയും ഡ്രൈവിംഗ് കംഫർട്ടുള്ള ഒരു വാഹനം നമ്മുടെ ഇപ്പോഴത്തെ മാർക്കറ്റിൽ ഇല്ല. ഇപ്പോൾ കിയയുടെ ആദ്യത്തെ വാഹനമായ സെൽറ്റോസ് ആയാലും രണ്ടാമത് വേൾഡ് മാർക്കറ്റിൽ ഇറക്കിയ കാർണിവൽ ആയാലും നിങ്ങൾക്ക് അതിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും കിയയുടെ മൂന്നാമത്തെ പ്രോഡക്റ്റിൻ്റെ ഒരു ക്വാളിറ്റി. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സെൽറ്റോസ് എന്ന് പറയുന്ന വാഹനത്തിൻ്റെ സെയിം ക്വാളിറ്റിയാണ് ഈ പ്രൈസ് റേഞ്ചിൽ സോണറ്റിലും നിങ്ങൾക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഐ ഷുവർ ദാറ്റ് നിങ്ങൾക്കത് ഉറപ്പായിട്ടും വിശ്വസിച്ച് എടുക്കാൻ പറ്റുന്നൊരു വാഹനമായിരിക്കും, ഒരു ബഡ്ജറ്റഡ് വെഹിക്കിൾ ആയിരിക്കും. അപ്പോൾ എന്തായാലും ഐ അഷ്യൂർഡ് ദാറ്റ് ഉറപ്പായിട്ടും ആ ബഡ്ജറ്റിന് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു വണ്ടിയാണ് കിയ സോണറ്റ്. നമുക്കിന്ന് കിട്ടിയേക്കുന്നത് 1.5 ലിറ്റർ CRDI ഡീസൽ എഞ്ചിനെയാണ്. അതിൽ തന്നെ 6 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അഡ്വാൻസ് ടെക്നോളജി യൂസ് ചെയ്തിട്ടുള്ള ഒരു എഞ്ചിനാണിത്. അതുകൂടാതെ നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയർ ശ്രദ്ധിക്കുമ്പോഴേക്കും മനസ്സിലാവും, നല്ല പ്രീമിയം ടൈപ്പിലുള്ള, അതായത് പ്രീമിയം പക്ക ഫീല്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു ക്ലാസ് എന്ന് പറയുന്നതും യൂസ് ചെയ്തേക്കുന്നത് നല്ല പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് ഒക്കെയാണ്. അതുകൂടാതെ സേഫ്റ്റിയുടെ ഭാഗമായിട്ട് 6 എയർ ബാഗ്സ് വരുന്നുണ്ട്. കൂടാതെ നമുക്ക് ഏറ്റവും കൂടുതൽ ഈ വാഹനത്തിൻ്റെ ഉള്ളിൽ ശ്രദ്ധിക്കും മനസ്സിലാവും ഇതിൻ്റെ ഒരു 10.25 ഉള്ള ഒരു ടച്ച് സ്ക്രീൻ. അതിൽ തന്നെ നമുക്ക് നാവിഗേഷൻ, അതായത് സ്പ്ലിറ്റ് ടൈപ്പിലാണ് കൊടുത്തേക്കുന്നത്. 2 സെഗ്മെൻറ്റിലായിട്ട് നമുക്ക് ഇതിൻ്റെ നാവിഗേഷൻ ഡീറ്റെയിൽസ് ഒക്കെ കാണാൻ പറ്റും. കൂടാതെ ഇതിൻ്റെ AC വെൻസ് ശ്രദ്ധിച്ചാൽ ഒരു സ്പെഷ്യൽ, അതായത് ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു ഡിസൈനിലാണ്. അതൊരു
ബ്ലാക്ക് ഒരു ഫിനിഷിലൊക്കെ നൽകിയിട്ടുണ്ട്. കൂടാതെ ഇതിൻ്റെ അകത്ത് നമുക്ക് AC ഓട്ടോമാറ്റിക് AC കൺട്രോൾസിൻ്റെ ഒക്കെ സ്വിച്ചസ് ഒക്കെ നമുക്ക് ഇവിടെ കാണാം. അതിന് തൊട്ട് താഴെയായിട്ട് നമുക്ക് വെന്റിലേറ്റഡ് സ്വിച്ചിൻ്റെ ഒക്കെ സീറ്റ്സിൻ്റെ ഒക്കെ സ്വിച്ചസ് ഇവിടെയുണ്ട്. അത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഡ്രൈവറിനും കോ ഡ്രൈവറിനും സെറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള സ്വിച്ചസ് ഉണ്ട്. പിന്നെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു ഫീച്ചറാണ് റിയർ വ്യൂ ക്യാമറ. അത് നമുക്ക് സാധാരണ വാഹനങ്ങളിൽ നമുക്കത് ഓൺ ചെയ്ത് മീൻസ് നമുക്ക് റണ്ണിങ്ങിൽ ഓൺ ചെയ്തിടാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു വാഹനത്തിൽ നമുക്ക് റണ്ണിങ്ങിൽ തന്നെ റിയർ വ്യൂ ക്യാമറ നമുക്ക് ഓൺ ചെയ്തിടാൻ പറ്റും. കൂടാതെ അതിന് തൊട്ടടുത്തായിട്ട് അതിൻ്റെ ഡ്രൈവ് മോഡും ട്രാക്ഷൻ കൺട്രോൾ മോഡ് അങ്ങനെ 2 സ്വിച്ചസ് ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ പറയാനുള്ളത് വെച്ചാൽ ഇത് കുറച്ച് നല്ല സ്പേഷ്യസ് ആണ്. നമുക്കിപ്പം ഇവിടെ തന്നെ വയർലെസ് മൊബൈൽ ചാർജിനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ മൊബൈൽ USB പോർട്ട് ചാർജിനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ കുറച്ച് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഗിയർ ലിവർ ശ്രദ്ധിക്കുമ്പോഴേക്കും മനസ്സിലാവും നല്ലൊരു എന്താ പറയുക സ്പോർട്ടി ഫീൽ നൽകുന്ന ഒരു ലിവർ തന്നെയാണ്. നമുക്ക് ഡ്രൈവ് ടൈമിൽ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഗിയർ ചേഞ്ചിങ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൂടാതെ ഇവിടെയും കുറച്ച് സ്പേസസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്, വിത്ത് ഹാൻഡ് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ 7 സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതും ബോസിൻ്റെ തന്നെയാണ് സ്പീക്കേഴ്സ് നൽകിയിട്ടുള്ളത്. അത് നല്ല അടിപൊളി സൗണ്ട് ക്വാളിറ്റിയാണ് നൽകിയിരിക്കുന്നത്. അപ്പം മൊത്തത്തിൽ എന്താ പറയുക, ഈ ഒരു വാഹനം ശരിക്കും ഈ ഒരു അപ്രോക്സിമേറ്റ് അതായത് ബഡ്ജറ്റ് റേഞ്ചിൽ നമുക്ക് നല്ലൊരു കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു വാഹനമാണിത്. അപ്പോൾ നമ്മൾ റിയർ സൈഡിൽ നോക്കുകയാണെങ്കിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ അനുസരിച്ച് എല്ലാവർക്കും അറിയാം കോവിഡ് കാര്യങ്ങളൊക്കെയാണ്, നമ്മൾ മാസ്ക് ഒക്കെ വെച്ചിട്ടാണ് പുറത്തിറങ്ങുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇതിനകത്തൊരു സ്മാർട്ട് എയർ പ്യൂരിഫയർ കൊണ്ടുവന്നിട്ടുണ്ട് കമ്പനി. അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നി. നമ്മുടെ ഈ ഒരു സാഹചര്യത്തിൽ ഏറ്റവും നല്ല ഒരു സംഭവമാണ്, ഈ വണ്ടിയിലുള്ളതിൽ ഏറ്റവും ബെറ്റർ ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ ഇവിടെയും AC ഇവൻസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡ് സപ്പോർട്ട് പറയുമ്പോൾ ഞാൻ നേരത്തെ ഫ്രണ്ട് റോ പറഞ്ഞ പോലെ തന്നെ ബാക്ക് സൈഡിൽ ഇരിക്കും നല്ല തൈ സപ്പോർട്ടും നല്ലൊരു റിക്ലൈനർ ഫീലൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. വളരെ കംഫർട്ടായിട്ട് ഇത്രയും ചെറിയ വണ്ടിയാണ് എന്നുള്ള ഫീലൊന്നുമില്ല. അത്യാവശ്യം നമുക്ക് ഒരു ലോങ് ഡ്രൈവിനായാലും റിലാക്സ് ചെയ്ത് പോകാൻ പറ്റുന്ന സീറ്റ്സൊക്കെയാണ്. അതുപോലെ തന്നെ ഹൈറ്റും നമ്മൾ വെന്യൂ ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ഹൈറ്റ് കൂടുതലാണെന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഹൈറ്റ് നമുക്ക് ഇൻറ്റീരിയറിലും ഫീൽ ചെയ്യുന്നുണ്ട്. ടോട്ടലി നോക്കുമ്പോൾ നമുക്ക് ഈ റിയർ സൈഡ് അത്യാവശ്യം ബെറ്ററാണ്. പിന്നെ ഇവിടെയും സ്പീക്കേഴ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഓവറോൾ സൗണ്ട് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ബോസിൻ്റെ സിസ്റ്റം ആയതുകൊണ്ട് തന്നെ നമുക്ക് വളരെ നല്ലതായിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ബാക്ക് സൈഡ് ഇരിക്കുമ്പോൾ തോന്നുന്ന കാര്യങ്ങൾ. ആൻഡ് ഇറ്റ്സ് ഗുഡ്, ഫീൽ ഗുഡ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ വളരെ വൈൽഡ് ഡിസൈൻ ആയിട്ടുള്ള കിയ സോണറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞാൻ റെക്കമെൻഡ് ചെയ്യും ഈ ഒരു വാഹനം ഒരിക്കലെങ്കിലും ടെസ്റ്റ് ഡ്രൈവ് എടുക്കണമെന്ന്. അതെ, ഏത് പ്രായക്കാർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് കിയ സോണറ്റ് വന്നിട്ടുള്ളത്. അതെ, അപ്പോൾ അടുത്ത എപ്പിസോഡിൽ പുതിയൊരു വാഹനമായിട്ട് ഞങ്ങൾ വരും. അതുവരെ ബൈ ഫ്രം ലിജോ, അതിര.